ഹലോ ഫ്രണ്ട്സ്, മലമ്പുഴ ഗവൺമെൻറ് IT ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹരീഷ് മേനോൻ, ഇൻസേൺ മെക്കാനിക് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. വിവിധ ട്രേഡുകളിൽ ആവശ്യമുള്ള വീഡിയോസും പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മുടെ അടുത്ത ടോപ്പിക്ക് സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സ്. സ്മാർട്ട് ട്രാൻസ്മിറ്റർ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ട്രാൻസ്ഡ്യൂസറും ട്രാൻസ്മിറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ട്രാൻസ്ഡ്യൂസർ, ഡിവൈസ് വിച്ച് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ഇൻടു അനദർ ഫോം. വളരെ സിമ്പിളാണ്. ഒരു ഫോമിലുള്ള എനർജിയെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എല്ലാത്തിനെയും നമ്മൾ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നു. നിരവധി എക്സാമ്പിളുണ്ട്. തെർമോകപ്പിൾ, സ്ട്രെയിൻ ഗേജ്, ഹീറ്റർ, സോളാർ സെല്ല്, മൈക്രോഫോൺ, ലൗഡ് സ്പീക്കർ, RTD, നിരവധി എക്സാമ്പിൾ നമുക്ക് ട്രാൻസ്ഡ്യൂസറിന് കൊടുക്കാം. ഇനി എന്താണ് ട്രാൻസ്മിറ്റർ? എവരി ട്രാൻസ്മിറ്റർ ഈസ് എ ട്രാൻസ്ഡ്യൂസർ. അതായത് എല്ലാ ട്രാൻസ്മിറ്ററുകളും ട്രാൻസ്ഡ്യൂസർ തന്നെയാണ്. ബട്ട് ഇറ്റ് ഗീവ്സ് എ കണ്ടീഷണൽ ഔട്ട്പുട്ട്. ഡിഫറൻസ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്ററുകൾ ഒരു കണ്ടീഷണലായ ഔട്ട്പുട്ട് തരുന്നു. എന്താണ് ഈ കണ്ടീഷണൽ ഔട്ട്പുട്ട് നോക്കാം. ലൈക്ക് 4 to 20 mA കറണ്ട് സിഗ്നൽ ആൻഡ് 3 to 15 PSI ന്യൂമാറ്റിക് സിഗ്നൽ. അതായത് ട്രാൻസ്ഡ്യൂസറുകളുടെ എല്ലാ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു നിശ്ചിത റേഞ്ചിലുള്ള ഏതെങ്കിലും ഒരു സിഗ്നൽ ആയിരിക്കണമെന്നില്ല. അത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു തെർമോകപ്പിളിൻ്റെ ആണെങ്കിൽ പല തരത്തിലുള്ള തെർമോകപ്പിളുകളുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മില്ലി വോൾട്ട് റേഞ്ചിലാണ്. ആ മില്ലി വോൾട്ട് റേഞ്ച് പല റേഞ്ചിലുള്ളതുണ്ടാവും. ഓരോ തെർമോകപ്പിളിൻ്റെയും കിട്ടുന്ന ഔട്ട്പുട്ട് റേഞ്ച് എന്ന് പറയുന്നത് വളരെയധികം ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഈ ട്രാൻസ്മിറ്ററുകളുടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്ററുകളെല്ലാം തരുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ ഔട്ട്പുട്ടാണ്. അതായത് അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 4 to 20 mA കറണ്ട് സിഗ്നൽ. അത് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ പാരാമീറ്റേഴ്സ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് കറണ്ട് സിഗ്നലിലേക്കാണ് ഇൻഡസ്ട്രിയിൽ. അതിൽ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 to 20 mA കറണ്ട് സിഗ്നലിൽ ഏതൊരു ഇൻഡസ്ട്രിയൽ പാരാമീറ്റർ, ഇത് ഏത് റേഞ്ചിലുള്ളതായിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 4 to 20 mA ആണ്. അപ്പോൾ അതിനുകൊണ്ടാണ് ഒരു കണ്ടീഷണലായ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആ ഒരു ബാൻഡ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. ആ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ റേഞ്ച് 0 to 100 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഒരു തെർമോകപ്പിളായ ഒരു ടെമ്പറേച്ചർ സെൻസർ ആണെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് 420 mA. അതേപോലെ 0 to 600 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും 420 mA കറണ്ട് സിഗ്നലാണ്. അപ്പോൾ ഏത് റേഞ്ചിലുള്ള ഇൻഡസ്ട്രിയൽ പാരാമീറ്റർ ഏത് റേഞ്ചിലുള്ളതായിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ റേഞ്ചിലായിരിക്കും. അത് കൂടുതലും 4 to 20 mA കറണ്ട് സിഗ്നലിലാണ്. അതേപോലെ ചുരുക്കം ന്യൂമാറ്റിക് ട്രാൻസ്മിറ്റേഴ്സും ഉണ്ട്. അതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3 to 15 PSI ന്യൂമാറ്റിക് എയർ സിഗ്നലാണ്. എക്സാമ്പിൾ പറഞ്ഞ് ട്രാൻസ്മിറ്ററുകൾക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ ടെമ്പറേച്ചർ ട്രാൻസ്മിറ്റർ, പ്രഷർ ട്രാൻസ്മിറ്റർ, ലെവൽ ട്രാൻസ്മിറ്റർ, അങ്ങനെ നിരവധി ഇൻഡസ്ട്രിയൽ പാരാമീറ്റേഴ്സിൻ്റെ ട്രാൻസ്മിറ്ററുകളെല്ലാം നമുക്ക് തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4 to 20 mA ആണ്. അപ്പോൾ നമ്മൾ ഒരു ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഡിവൈസ് വിച്ച് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ഇൻടു അനദർ ഫോം. ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഡ്യൂസർ തന്നെയാണ്, പക്ഷേ ഇറ്റ് ഗീവ്സ് എ കണ്ടീഷണൽ ഔട്ട്പുട്ട്. ഓക്കെ, ഇനി ട്രാൻസ്മിറ്ററുകൾ നമ്മൾ പഠിക്കുമ്പോൾ അനലോഗ് ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അനലോഗ് ട്രാൻസ്മിറ്ററുകൾ എന്ന് പറയുന്നത് സാധാരണ നോർമൽ ആയിട്ടുള്ള ട്രാൻസ്മിറ്ററുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 420 mA കറണ്ട് സിഗ്നൽ തരുന്നതാണ്. അനലോഗ് ട്രാൻസ്മിറ്ററുകളിൽ നിന്ന് സ്മാർട്ട് ട്രാൻസ്മിറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സ് ആർ മൈക്രോ പ്രോസസർ ബേസ്ഡ് ട്രാൻസ്മിറ്റേഴ്സ് ദാറ്റ് ക്യാൻ പെർഫോം കാൽക്കുലേഷൻസ്, പ്രൊഡ്യൂസ് ഡയഗ്നോസ്റ്റിക് വിത്ത് ഗ്രേറ്റർ ആക്യുറസി. അതായത് ഒരു സ്മാർട്ട് ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് അതിനകത്ത് ഇൻബിൽട്ടായ ഒരു മൈക്രോ പ്രോസസ്സർ ഉണ്ടാവും. സാധാരണ ഒരു അനലോഗ് ട്രാൻസ്മിറ്ററിൽ, സാധാരണ ഈ 4 to 20 mA കറണ്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു സാധാരണ അനലോഗ് ട്രാൻസ്മിറ്ററുകളിൽ അതിൽ മൈക്രോ പ്രോസസ്സർ ഇല്ല. മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു കൺട്രോൾ, ഇതിനുള്ളിലൊരു കൺട്രോൾ യൂണിറ്റ് അടക്കം വരികയാണ്. അത് അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് നമ്മൾ വരുന്ന പോർഷൻസിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ
സ്മാർട്ട് ട്രാൻസ്മിറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ മൊബൈൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ പഴയ കാലത്തെ കീപാഡുള്ള മൊബൈൽ അതിൽ നിന്ന് ഇപ്പോൾ സ്മാർട്ട് മൊബൈലിലേക്ക് എത്തി. അപ്പോൾ അതിന് എത്രമാത്രം ബെനിഫിറ്റ്സ് ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഏതൊരു ഐറ്റം സ്മാർട്ട് എന്ന് പറഞ്ഞാൽ അത് അഡീഷണൽ ആയിട്ട് അതിന് കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ ഈ ട്രാൻസ്മിറ്ററുകളായാലും പഴയ അനലോഗ് ട്രാൻസ്മിറ്ററിൽ നിന്ന് സ്മാർട്ട് ട്രാൻസ്മിറ്ററിലേക്ക് എത്തിയപ്പോൾ അതിന് വളരെ സ്മാർട്ടായിട്ടുള്ള കുറേ പ്രത്യേകതകൾ ഉണ്ട്. അതിൽ ഒന്ന് മെയിനായിട്ടുള്ളത് സ്മാർട്ട് ട്രാൻസ്മിറ്റർ പറഞ്ഞാൽ ഒരു മൈക്രോ പ്രോസസർ ബേസ്ഡ് ട്രാൻസ്മിറ്ററാണ്. മൈക്രോ പ്രോസസ്സിനുള്ളിൽ ഒരു ഇൻബിൽറ്റ് ആയിട്ട് മൈക്രോ പ്രോസസർ ഉണ്ട്. അതുപോലെ തന്നെ പെർഫോം കാൽക്കുലേഷൻസ്, പ്രൊഡ്യൂസ് ഡയഗ്നോസ്റ്റിക്സ്, അത് വിത്ത് ഗ്രേറ്റർ ആക്യുറസി വളരെ സാധാരണ അനലോഗ് ട്രാൻസ്മിറ്ററുകളിലേക്ക് ആക്യുറസി വളരെയധികം കൂടുതലായിരിക്കും. അതേപോലെ പലതരത്തിലുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള കപ്പാസിറ്റിയുണ്ട്. കാരണം അതിനകത്തൊരു മൈക്രോ പ്രോസസർ ഉള്ളതുകൊണ്ട് പല അരിത്തമെറ്റിക് ഓപ്പറേഷൻസും അല്ലെങ്കിൽ കാൽക്കുലേഷൻസും ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. മെമ്മറി കപ്പാസിറ്റിയുണ്ട്. അതുപോലെ ഡയഗ്നോസ്റ്റിക്, ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എറർ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ എറർ കണ്ടെത്തുകയും അതോടൊപ്പം ആ എറർ കറക്റ്റ് ചെയ്യാനുള്ളതും അതേപോലെ കാലിബ്രേഷൻ സ്വയം സെൽഫായിട്ട് കാലിബ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ സ്മാർട്ട് ട്രാൻസ്മിറ്ററുകളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. ഇനി കൂടുതൽ സ്പെഷ്യാലിറ്റീസ് ഇനി പറയുന്നുണ്ട്, അതിനോടൊപ്പം നമുക്കത് മനസ്സിലാക്കാം. ദ സ്മാർട്ട് ട്രാൻസ്മിറ്റർ ഹാസ് one extra inbuilt sensor. The purpose of this sensor is to measure the atmospheric parameters like temperature and humidity, which is useful for the compensation for environmental disturbances. അതായത് സ്മാർട്ട് ട്രാൻസ്മിറ്ററുകളിൽ നമ്മൾ പറഞ്ഞു മൈക്രോ പ്രോസസർ ബേസ്ഡ് ആണെന്ന് പറഞ്ഞു. കൂടാണ്ട് അതിനകത്തൊരു എക്സ്ട്രാ ഇൻബിൽറ്റ് സെൻസർ ഉണ്ട്. ആ സെൻസർ എന്താണ് ചെയ്യുന്നത്? ദ പർപ്പസ് ഓഫ് ദ സെൻസർ ഈസ് ടു മെഷർ ദ അറ്റ്മോസ്ഫിയറിക് പാരാമീറ്റേഴ്സ്. ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഒരു ട്രാൻസ്മിറ്ററുകളെ ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ആംബിയൻ ടെമ്പറേച്ചർ വേരിയേഷൻസ്, അതായത് സറൗണ്ടിങ്ങിലുള്ള ടെമ്പറേച്ചർ വേരിയേഷൻസ് ആ ട്രാൻസ്മിറ്ററിൽ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ ഹ്യൂമിഡിറ്റി വേരിയേഷൻസ്, ഇത് വളരെയധികം ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ ഈ ആംബിയൻ ടെമ്പറേച്ചറും അതുപോലെ ഹ്യൂമിഡിറ്റിയും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ചേഞ്ച് ആ ട്രാൻസ്മിറ്ററുകളിൽ എന്തെങ്കിലും രീതിയിലുള്ള നോയ്സായിട്ട് വന്ന് അതിൽ കറണ്ട് ഔട്ട്പുട്ടിലേക്ക് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. സാധാരണ അനലോഗ് ട്രാൻസ്മിറ്ററിലൊക്കെ ഇത് മാറ്റം വരും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹൈ ടെമ്പറേച്ചർ ഏരിയയിലേക്ക് ഇരിക്കുന്ന ഒരു ട്രാൻസ്മിറ്ററുകൾക്ക് ഇങ്ങനെയുള്ള എറർ വരാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ സ്മാർട്ട് ട്രാൻസ്മിറ്റർ എന്താ ചെയ്യുന്നത്? അതിനുള്ളിൽ തന്നെ ഒരു അഡീഷണൽ ആയിട്ടൊരു സെൻസറുണ്ട്. അതനുസരിച്ച് വെളിയിലത്തെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ സ്വയം കണ്ടെത്തിയത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിനുള്ളിൽ തന്നെയുണ്ട്. അതിനുള്ളിലൊരു മൈക്രോ പ്രോസസർ ബേസ്ഡ് ട്രാൻസ്മിറ്റർ ആയതിനാൽ അതെല്ലാം കറക്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പം വെളിയിലുള്ള ഇതേപോലെയുള്ള നോയ്സുകളെയൊക്കെ ഒരു വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അഡീഷണൽ ആയിട്ടുള്ളൊരു കപ്പാസിറ്റി സ്മാർട്ട് ട്രാൻസ്മിറ്ററുകളുണ്ട്. സാധാരണ ട്രാൻസ്മിറ്ററേക്കാളും കുറച്ചുകൂടെ സ്മാർട്ടായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ദ മോസ്റ്റ് കോമൺ ക്ലാസ് ഓഫ് സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സ് ഇൻകോർപ്പറേറ്റ്സ് ദ ഹാർട്ട് ഹൈവേ അഡ്രസ്സബിൾ റിമോട്ട് ട്രാൻസ്ഡ്യൂസർ പ്രോട്ടോക്കോൾ. ഹാർട്ട് പ്രോട്ടോക്കോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ് ഹാർട്ട് പ്രോട്ടോക്കോൾ. ഹാർട്ട് എന്ന് പറയുന്നത്, ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹൈവേ അഡ്രസ്സബിൾ റിമോട്ട് ട്രാൻസ്ഡ്യൂസർ. അതൊരു പ്രോട്ടോക്കോൾ, ഒരു മീഡിയമാണ്, മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അത് ഈ സ്മാർട്ട് ട്രാൻസ്മിറ്ററുകളിലെ എല്ലാ ട്രാൻസ്മിറ്ററുകളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു സെൻട്രൽ കൺട്രോൾ റൂമിലെ ഒരു ഹോസ്റ്റ് കമ്പ്യൂട്ടറുമായിട്ട് ആയിരിക്കും. ഒരു ഹോസ്റ്റ് കമ്പ്യൂട്ടർ, ഒരു മെയിൻ കൺട്രോൾ സിസ്റ്റവുമായിട്ടാണ് ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് പരസ്പരം ഈ പറയുന്ന മെയിൻ കമ്പ്യൂട്ടറും ഫീൽഡ് ഡിവൈസുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ സ്മാർട്ട് ട്രാൻസ്മിറ്ററുകളിൽ ഹാർട്ട് പ്രോട്ടോക്കോളാണ് ഉപയോഗിക്കുന്നത്. ഹാർട്ട് ഈസ് ആൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ദാറ്റ് defines the communication protocol between smart field devices and control system that employ traditional 420 milliampere current signal. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു മെയിൻ കമ്പ്യൂട്ടറുമായിട്ട് ഈ ഫീൽഡ് ഡിവൈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫീൽഡ് ഡിവൈസ് കൂടുതലും സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സ്, ഫീൽഡിലുള്ള ഈ സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സ് മെയിൻ കൺട്രോൾ സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളുണ്ട്. അതാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഈ എല്ലാ ഫീൽഡ് ട്രാൻസ്മിറ്ററുകളുടെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 420 milliampere കറണ്ട് സ്കില്ല് തന്നെയാണ്. അത് ത്രൂ
ഹാർട്ട് പ്രോട്ടോക്കോളിലാണ് ഈ പറയുന്ന മെയിൻ കൺട്രോൾ സിസ്റ്റവുമായിട്ട് എല്ലാ ഫീൽഡ് ഡിവൈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളിതൊരു സാധാരണ അനലോഗ് ട്രാൻസ്മിറ്ററിലെ ഒരു അനലോഗ് ട്രാൻസ്മിറ്റർ ബ്ലോക്ക് ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. ഇതും സ്മാർട്ട് ട്രാൻസ്മിറ്ററിലെ വ്യത്യാസം നമുക്ക് നോക്കാം. അനലോഗ് ട്രാൻസ്മിറ്ററുകളിൽ മെയിനായിട്ടുള്ളത് ഒരു സെൻസ് ചെയ്യാനുള്ള ഒരു പ്രൈമറി സെൻസർ എലമെൻ്റ് ഉണ്ട്. ആ എലമെൻറ്റിൽ നിന്നാണ് നേരെ ഒരു അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്, കാരണം 420 mA കറണ്ട് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി അതിനുള്ളൊരു ഇലക്ട്രോണിക് സർക്യൂട്ടിന് ഉണ്ടാകും. അതിൽ തന്നെ നമുക്ക് സീറോ കാലിബ്രേഷനും സ്പാൻ കാലിബ്രേഷനുമുള്ള പ്രൊവിഷൻ ഉണ്ടാകും. അതിൽ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് 420 mA കറണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നു. എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് ഒരു പർട്ടിക്കുലർ റേഞ്ച് 0 to 100 degree സെൽഷ്യസിലുള്ളൊരു ടെമ്പറേച്ചർ ട്രാൻസ്മിറ്റർ ആണെങ്കിൽ 0 ഡിഗ്രിയിൽ 4 mA 100 degree സെൽഷ്യസിൽ 20 mA നമുക്ക് കാലിബ്രേറ്റ് ചെയ്യേണ്ടത് വരും. അത് കാലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ സീറോയും സ്പാനും കാലിബ്രേഷന് വേണ്ടിയിട്ട് പ്രത്യേക പ്രൊവിഷൻ ഉണ്ടാകും. നമ്മൾ സാധാരണ കാലിബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോവർ റേഞ്ചിൽ 4 mA കിട്ടണം. അതിനുവേണ്ടി നമ്മൾ സീറോ അഡ്ജസ്റ്റ് ചെയ്യുന്നു. സ്പാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹയർ റേഞ്ച് 100 degree ആണെങ്കിൽ 100 ഡിഗ്രിക്ക് നമുക്ക് എത്ര കിട്ടണം? 20 mA കിട്ടണം. അത് കിട്ടാൻ വേണ്ടി നമ്മൾ സ്പാൻ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഒരു നോർമൽ ഉള്ള സീറോ സ്പാൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അനലോഗ് ട്രാൻസ്മിറ്ററിൽ ഉപയോഗിക്കുന്നത്. ഇനി സ്മാർട്ട് ട്രാൻസ്മിറ്ററിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സ്മാർട്ട് ട്രാൻസ്മിറ്ററിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം. അനലോഗ് ട്രാൻസ്മിറ്ററും ഇതും സ്മാർട്ട് ട്രാൻസ്മിറ്ററോട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ ആദ്യം നോക്കാം. ഇതിൽ പ്രൈമറി സെൻസറുണ്ട്. പക്ഷേ പ്രൈമറി സെൻസറിൻ്റെ ഒരു ഇൻപുട്ട് സെക്ഷനിലേക്ക് പോയിട്ട് അത് അവിടെ, കാരണം ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു സ്മാർട്ട് ട്രാൻസ്മിറ്ററിൽ എന്താണുള്ള ഒരു മൈക്രോ പ്രോസസ്സർ ഉണ്ട്. മൈക്രോ പ്രോസസ്സറുകൾ സാധാരണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നലുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ പ്രൈമറി സെൻസറിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ഒരു അനലോഗ് സിഗ്നലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റെസിസ്റ്റീവ് പാരാമീറ്ററൊക്കെ ആണ് എങ്കിൽ അതിൽ കിട്ടുന്ന റെസിസ്റ്റൻസ് വേരിയേഷനാണ്. അപ്പോൾ അതിനെ നമ്മൾ വോൾട്ടേജാക്കി മാറ്റിയാൽ പോലും ഒരു അനലോഗ് സിഗ്നലാണ്. പക്ഷേ ഈ അനലോഗ് സിഗ്നലിനെ ഡയറക്റ്റായിട്ട് ഒരു മൈക്രോ പ്രോസസ്സർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരു അനലോഗിനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു A to D കൺവേർട്ടർ ആവശ്യമുണ്ട്. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, അതാണ് A to D കൺവേർട്ടർ. അത് ഇൻപുട്ട് സെക്ഷനിൽ ഉണ്ടാകും. അതായത് മൈക്രോ പ്രോസസ്സറിന് ഡിജിറ്റൽ സിഗ്നലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. അതിനാൽ നമ്മുടെ പ്രൈമറി സെൻസറുകളിൽ നിന്നുള്ള ഇൻപുട്ട് സെക്ഷനിലെ ഔട്ട്പുട്ട് നമ്മൾ ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ സെക്ഷനിലേക്ക് പോയിട്ടാണ് ഡിജിറ്റലാക്കുന്നു. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ കൺവേർഷൻ സെക്ഷൻ, അത് ഉദ്ദേശിച്ചത് അതിനുള്ളിലാണ് മൈക്രോ പ്രോസസ്സർ വരുന്നത്. മൈക്രോ പ്രോസസ്സറിലേക്ക് നമുക്ക് വരുന്നത് ഈ A to D കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ടാണ്. അത് കൂടാണ്ട് മൈക്രോ പ്രോസസ്സർ നമുക്ക് എന്താ ഒരു മെമ്മറി കപ്പാസിറ്റി നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഈ പറയുന്ന സ്മാർട്ട് ട്രാൻസ്മിറ്ററിൽ മെമ്മറി യൂണിറ്റ് ഉണ്ട്. മൈക്രോ പ്രോസസ്സറുണ്ട്, ഒരു മെമ്മറി യൂണിറ്റ് ഉണ്ട്. അതിനകത്ത് നമുക്ക് പല കാൽക്കുലേഷൻസിനുണ്ടെന്ന് പറഞ്ഞ് കാൽക്കുലേഷൻസിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ സെൽഫ് കാലിബ്രേഷനുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് ഒരു മെമ്മറി യൂണിറ്റ് അതിനുള്ളിൽ തന്നെ ഉണ്ട്. നെക്സ്റ്റ് ഒരു ഔട്ട്പുട്ട് സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി മൈക്രോ പ്രോസസ്സറിലേക്ക് ചെന്ന മൈക്രോ പ്രോസസ്സറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വീണ്ടും ഡിജിറ്റലായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു സ്മാർട്ട് ട്രാൻസ്മിറ്ററുകൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 420 mA കറണ്ട് സിഗ്നലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ വീണ്ടും ഈ മൈക്രോ പ്രോസസ്സറിൻ്റെ ഔട്ട്പുട്ടിനെ, ഡിജിറ്റലായ ഔട്ട്പുട്ടിനെ വീണ്ടും അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഔട്ട്പുട്ട് സെക്ഷനിൽ ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും ഉണ്ട്. തിരിച്ച് വീണ്ടും DAC എന്ന് പറയുന്നത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് ഒരു സ്മാർട്ട് ട്രാൻസ്മിറ്ററിൻ്റെ ഔട്ട്പുട്ടായ 420 mA കറണ്ട് സിഗ്നലായിട്ട് നമുക്ക് കിട്ടുന്നത്. അത് ഇനി ഇതിൽ തന്നെ നമ്മൾ സെൻസർ ട്രിമ്മ്, അതുപോലെ ഔട്ട്പുട്ട് ട്രിമ്മ് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ സെൻസർ ട്രിമ്മ് എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ ഇൻപുട്ട് സെക്ഷനിലുള്ള അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിനെ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സെൻസർ ട്രിം എന്ന് പറയുന്നത് അതിൻ്റെ കാലിബ്രേഷനാണ്. അതുപോലെ ഔട്ട്പുട്ട് ട്രിം എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സെക്ഷനിലുള്ള ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൻ്റെ കാലിബ്രേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ട്രിം എന്ന് പറയുന്നത്. കാരണം നമുക്കിപ്പോൾ ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത് എത്ര? 420 mA കറണ്ട് സിഗ്നലാണ്. അപ്പോൾ ഈ പറയുന്ന മൈക്രോ പ്രോസസ്സറിൻ്റെ ഔട്ട്പുട്ട് എത്രയാണോ അത് 420 mA കിട്ടണമെങ്കിൽ അവിടെയും കാലിബ്രേഷൻ ആവശ്യമുണ്ട്. അവിടെയും നമുക്ക് ലോവർ റേഞ്ച് വാല്യൂയും അപ്പർ റേഞ്ച് വാല്യൂയും നമ്മൾ ആ ട്രാൻസ്മിറ്ററിൻ്റെ എത്രയാണോ അത് വെച്ചിട്ട് നമുക്ക് 420 mA കിട്ടത്തക്ക രീതിയിൽ അവിടെ സീറോ സ്പാൻ അഡ്ജസ്റ്റ് ചെയ്യണം. അതേപോലെ ഇൻപുട്ട് സെക്ഷനിലും ഒരു കാലിബ്രേഷൻ ഉണ്ട്.
ഇൻപുട്ട് സെക്ഷനിലെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും കാലിബ്രേറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ സെൻസർ ട്രിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അത് കൂടാണ്ട് ഇവിടെ ശരിക്കും നോക്കിയാൽ ഇവിടെ ഒരു ഫീഡ്ബാക്ക്, എൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിൽ ഒരു ഫീഡ്ബാക്ക് അടക്കം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ സാധാരണ അനലോഗ് ട്രാൻസ്മിറ്ററിനേക്കാളും സ്മാർട്ട് ട്രാൻസ്മിറ്ററിൽ ഒരു അഡീഷണൽ ആയിട്ട് അതിന് പല കപ്പാസിറ്റിയും ഉണ്ട്. അതൊരു സെൽഫായിട്ട് കറക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ സെൽഫായിട്ട് കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ഒരു ഫീഡ്ബാക്ക് അവിടെ വേണ്ടി വരും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കൺട്രോൾ മൈക്രോ പ്രോസസ്സർ ഓൾറെഡി ഉണ്ട്. ആ മൈക്രോ പ്രോസസ്സർ വഴി നമുക്ക് എന്തെങ്കിലും വേരിയേഷൻസ്, ആംബിയൻ ടെമ്പറേച്ചറിലും ആംബിയൻ ഹ്യൂമിഡിറ്റിയിലൊക്കെ ഉള്ള വേരിയേഷൻസ് അനുസരിച്ചിട്ട് ഇതിനെ സ്വയം കറക്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഉള്ളതിനാൽ ഒരു ഫീഡ്ബാക്ക് യൂണിറ്റ് അടക്കം അതിനുണ്ട്. അത്രയും പുതിയ അനലോഗ് ട്രാൻസ്മിറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായ പാരാമീറ്റേഴ്സ് ഇതിലുണ്ട് എന്നുള്ളത് ബ്ലോക്ക് ഡയഗ്രത്തിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. ഇതൊരു സ്മാർട്ട് ട്രാൻസ്മിറ്ററുകളുടെ ഒരു ഇമേജ് കൊടുത്തിരിക്കുകയാണ്. നോർമലി ഇപ്പോൾ ഇന്ന് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന എല്ലാം സ്മാർട്ട് ട്രാൻസ്മിറ്ററുകളാണ്. കാരണം ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് കുറവാണ്. അതുപോലെ സെൽഫ് കാലിബ്രേഷനും സെൽഫ് കറക്ഷനും ഒക്കെ ഉള്ളതിനാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനീഷ്യലായ ഒരു കോസ്റ്റ് കൂടുതലാണെങ്കിലും ഇത് ഫർദർ ഒരു കമ്പനിയുടെ ലോങ് റണ്ണിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സാണ്. അതിനാൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയിൽ സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സാണ്. The purpose of analog to digital converter is to translate the pressure sensor's electrical output signal to a digital signal for the microprocessor to understand. നമ്മൾ ഓൾറെഡി പറഞ്ഞു മൈക്രോപ്രോസസറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് A to D കൺവേർട്ടർ ഉള്ളതെന്ന് പറഞ്ഞു. ലൈക്ക് വൈസ് ദ പർപ്പസ് ഓഫ് ദ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഈസ് ടു ട്രാൻസ്ലേറ്റ് ദ ഡിജിറ്റൽ ഔട്ട്പുട്ട് ഓഫ് ദ മൈക്രോപ്രോസസർ ഇൻ ടു 420 milliampere DC കറണ്ട് സിഗ്നൽ. ഓൾറെഡി പറഞ്ഞതാണിത്. A to D കൺവേർട്ടറും D2A കൺവേർട്ടറും ADCയും DACയും ഈ സ്മാർട്ട് ട്രാൻസ്മിറ്ററിൽ അഡീഷണൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദ പ്രൊസീജിയർ ഓഫ് കാലിബ്രേറ്റിംഗ് ദ ADC ഈസ് കോൾഡ് സെൻസർ ട്രിം ആൻഡ് ദ പ്രോസസ് ഓഫ് കാലിബ്രേറ്റിംഗ് ദ DAC ഈസ് കോൾഡ് ഔട്ട്പുട്ട് ട്രിം. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. സ്മാർട്ട് ട്രാൻസ്മിറ്റർ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ബേസിക് പാർട്സ്. ഏതൊക്കെയാണ് ബേസിക് പാർട്സ് എന്ന് നോക്കാം. ഒന്നാമത് പ്രോസസ് സെൻസർ, ഒരു പ്രൈമറി സെൻസർ ഉണ്ട്. ദെൻ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ദെൻ എ മൈക്രോ പ്രോസസ്സർ, മെമ്മറി യൂണിറ്റിൻ്റെ കൂടെ ഉണ്ടാകും എ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അങ്ങനെ ബേസിക് ആയിട്ടുള്ള പാർട്സ് സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സ് പറഞ്ഞു. ദ ബേസിക് പാർട്സ് ക്യാൻ ബി ഓർഗനൈസ്ഡ് ഇൻ ടു 3 ബേസിക് സെക്ഷൻസ്. 3 സെക്ഷനിലേക്ക് നമുക്ക് മാറ്റുകയാണെങ്കിൽ ഇൻപുട്ട് സെക്ഷനിലാണ് ഈ പറയുന്ന പ്രൈമറി സെൻസറും അതുപോലെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും ഒക്കെ വരുന്നത്. അവിടെയാണ് സെൻസർ ട്രിം, പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു A to D കൺവേർട്ടറിനെ കാലിബ്രേറ്റ് ചെയ്യുന്നതാണ് സെൻസർ ട്രിം. അപ്പോൾ ഇൻപുട്ട് സെക്ഷൻ, ദെൻ കൺവേർഷൻ സെക്ഷൻ, നെക്സ്റ്റ് ഔട്ട്പുട്ട് സെക്ഷനിലാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും ഉള്ളത്. ഇനി സ്മാർട്ട് ട്രാൻസ്മിറ്റർ ഫീച്ചേഴ്സ് നമുക്ക് ഒന്നും കൂടെ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് സ്മാർട്ട് ട്രാൻസ്മിറ്റർ. അപ്പോൾ അനലോഗ് ട്രാൻസ്മിറ്ററും സ്മാർട്ട് ട്രാൻസ്മിറ്ററുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പറയുമ്പോൾ വ്യക്തമായിട്ട് എന്താണ് സ്മാർട്ട് ട്രാൻസ്മിറ്റർ, ഒരു അനലോഗ് ട്രാൻസ്മിറ്ററിനേക്കാളും കുറച്ചുകൂടെ സ്മാർട്ടാണ്, എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന സ്പെഷ്യാലിറ്റീസ് എന്നുള്ളത് നമുക്ക് ഒന്നും കൂടെ നോക്കാം. കൺസിസ്റ്റ് ഓഫ് മൈക്രോ പ്രോസസർ ആൻഡ് മെമ്മറി, സെൽഫ് ഡയഗ്നോസ്റ്റിക്, സെൽഫ് കറക്ഷൻ ആൻഡ് സെൽഫ് കാലിബ്രേഷൻ. സെൽഫ് ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിന് എററുകൾ, അത് കാലക്രമേണ എറർ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. ആംബിയൻ ടെമ്പറേച്ചർ വേരിയേഷൻ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി വേരിയേഷൻസ് അനുസരിച്ച് ഒരു ഇൻഡസ്ട്രിയിലുള്ള സറൗണ്ടിങ്ങിലുള്ള ടെമ്പറേച്ചറും അതുപോലെ ഹ്യൂമിഡിറ്റി വേരിയേഷനും അനുസരിച്ചിട്ട് ഔട്ട്പുട്ടിലുള്ള ഇനി ചേഞ്ച് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ചാൻസുകൾ സ്വയം കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യുവാനും അതുപോലെ കാലിബ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്മാർട്ട് ട്രാൻസ്മിറ്ററുണ്ട്. അപ്പം ലോങ് റണ്ണ് എറർ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഒരു പ്രോസസ്സിൻ്റെ ക്വാളിറ്റിയൊക്കെ വളരെയധികം ബാധിക്കുന്നതാണ്. ഇതിൽ ഔട്ട്പുട്ട് ചേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ബാധിക്കുന്നതാണ്. പക്ഷേ അത് സെൽഫായിട്ട് കറക്റ്റ് ചെയ്യും, സെൽഫ് ചെക്ക് ചെയ്ത് സെൽഫ് കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ബ്രേക്ക് ഡൗൺസ് ഒക്കെ കഴിവതും കുറയ്ക്കുവാൻ സാധിക്കുന്നു. ദ റേഞ്ചസ് ക്യാൻ ഈസിലി ബി ഓൾട്ടേഡ്. റേഞ്ച് നമുക്ക് ഒരു സാധാരണ ഒരു അനലോഗ് ട്രാൻസ്മിറ്ററിൻ്റെ റേഞ്ച് ഒരു പർട്ടിക്കുലർ റേഞ്ച്, ഇപ്പോൾ 0 to 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അതിനൊരു ചേഞ്ച് നമുക്ക് വരുത്താൻ പറ്റിയില്ല. അതേസമയം സ്മാർട്ട് ട്രാൻസ്മിറ്ററുകളാണെങ്കിൽ നമുക്ക് നമ്മുടെ ഏതൊരു പ്രോസസ്സ് പാരാമീറ്റർ ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ആവശ്യമുള്ള റേഞ്ചിലേക്ക് പല ഡിഫറൻറ്റ് റേഞ്ചിലേക്ക് സെലക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ അതിനകത്തുണ്ടാവും. ഏത് റേഞ്ചിൽ സെലക്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4 to 20 milliampere കറണ്ട് സിഗ്നൽ, DC യിലുള്ള കറണ്ട് സിഗ്നലായിരിക്കും. ക്യാൻ അഡ്ജസ്റ്റ്
ഫോർ നോൺ ലീനിയാരിറ്റീസ് ടു പ്രൊഡ്യൂസ് എ ലീനിയർ ഔട്ട്പുട്ട്. അതായത് വെളിയിൽ നിന്നുള്ള എന്തെങ്കിലും നോയ്സ് മൂലം എന്തെങ്കിലും നോൺ ലീനിയാരിറ്റീസ് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ലീനിയർ ഔട്ട്പുട്ട് കൊടുക്കുവാനുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു യൂണിറ്റ് അതിനുള്ളിലുണ്ട്. പെർഫോം കാൽക്കുലേഷൻസ്, റിപ്പോർട്ട് ഫോൾട്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് റിമോട്ട്ലി. വളരെ ദൂരെ നിന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതുപോലെ നമുക്ക് ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷനൊക്കെയുള്ള പോസിബിലിറ്റീസ്, അതുപോലെ മെമ്മറി യൂണിറ്റ് ഉള്ളതിനാൽ പല കാൽക്കുലേഷൻസ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി, ഇതെല്ലാം ഈ പറയുന്ന സ്മാർട്ട് ട്രാൻസ്മിറ്ററുകളുണ്ട്. ക്യാൻ ആംപ്ലിഫൈ ആൻഡ് മോഡിഫൈ ദ സിഗ്നൽ ഔട്ട്പുട്ട്. അതെ, സിഗ്നല് ഔട്ട്പുട്ട് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതേപോലെ മോഡിഫൈ ചെയ്ത സിഗ്നൽ ഔട്ട്പുട്ട് സിഗ്നലിനെ മോഡിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. ഇംപ്രൂവ്ഡ് ആക്യുറസി ആൻഡ് സ്റ്റെബിലിറ്റി, റെഡ്യൂസ്ഡ് മെയിൻ്റനൻസ് കോസ്റ്റ്, എബിലിറ്റി ടു സ്റ്റോർ ലാസ്റ്റ് കാലിബ്രേഷൻ ഡേറ്റ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഇൻസ്ട്രുമെൻറ്റ് ലാസ്റ്റ് കാലിബ്രേറ്റ് ചെയ്ത ഡേറ്റ അതിനകത്ത് കീപ്പ് ചെയ്യുവാനും അത് നമുക്കൊരു അലാം പോലെ അടുത്ത കാലിബ്രേഷനിൽ എന്നാണ് വേണ്ടതെന്നുള്ള ഇൻറ്റിമേഷൻ തരുവാനൊക്കെയുള്ള അലാം സിസ്റ്റം അടക്കം അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുണ്ടാവും. സാധാരണ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഒരു വർഷത്തെ കാലിബ്രേഷൻ ഡേറ്റ് ആണെങ്കിൽ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം കാലിബ്രേറ്റ് ചെയ്ത ഒരു ഡേറ്റ അതിലുണ്ട് എങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് പുതിയ കാലിബ്രേഷൻ ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ കാലിബ്രേറ്റ് ചെയ്യുവാനും നമുക്ക് അത് കൂടുതൽ സ്റ്റഡി ചെയ്യുവാനൊക്കെ വളരെയധികം സാധ്യതകൾ സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സിലുണ്ട്. എബിലിറ്റി ടു സ്റ്റോർ ഡേറ്റ ആൻഡ് അനലൈസ് ദ ഡേറ്റ. ഓക്കെ, മെമ്മറി ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു, മൈക്രോ പ്രൊസസർ ഉണ്ട്, അത് മെമ്മറി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനും അതുപോലെ അനലൈസ് ചെയ്യുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ കാലക്രമേണ ഓരോ വർഷം കഴിയും തോറും ഇതിന് വരുന്ന ചേഞ്ചസ് നമുക്ക് അനലൈസ് ചെയ്ത് അതനുസരിച്ചിട്ടുള്ള ഒരു കറക്ഷൻ എടുക്കുവാനൊക്കെയുള്ള സാധ്യതകൾ സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സിനുണ്ട്. ഇതൊന്നും ഈ പറയുന്ന ഒന്നും പഴയ അനലോഗ് ട്രാൻസ്മിറ്റേഴ്സിനില്ല. അനലോഗ് ട്രാൻസ്മിറ്റർ ഔട്ട്പുട്ട് 420 mA തന്നെയാണ്. എന്നാൽ പോലും നമുക്ക് ഈ പറയുന്ന പ്രത്യേകതകളൊന്നും അനലോഗ് ട്രാൻസ്മിറ്റേഴ്സിനില്ല. വേറൊരു ബ്ലോക്ക് ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ പറയുന്ന അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും അതേപോലെ തന്നെ ഇതിലെ സെൻസറുകൾ നമുക്ക് വിവിധ തരത്തിലുള്ള ഒരു ടെമ്പറേച്ചർ ട്രാൻസ്മിറ്ററിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ടെമ്പറേച്ചർ ട്രാൻസ്മിറ്റർ മാത്രമല്ല, ടെമ്പറേച്ചർ RTD, മില്ലി വോൾട്ട്, ഓം, പലതരത്തിലുള്ള പ്രൈമറി സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിലൊരു ഐസൊലേഷൻ, നമുക്ക് വെളിയിലത്തെ നോയ്സുകൾ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് എന്നുള്ള എന്തെങ്കിലും വെളിയിൽ നിന്നുള്ള നോയ്സുകളൊന്നും ബാധിക്കാത്ത രീതിയിലുള്ള പ്രോപ്പറായ ഐസൊലേഷൻ ഇതിന് ഉണ്ട്. കാരണം വളരെ ഹൈ കോസ്റ്റ്ലി ആയുള്ള എക്യുപ്മെൻ്റാണ്. അപ്പോൾ മറ്റ് നോയ്സുകളൊന്നും അതിനെ അഫക്റ്റ് ചെയ്യാതെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇതിന് സ്പെഷ്യലായിട്ടുണ്ടാവും. പിന്നെ ഔട്ട്പുട്ടിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു DAC ഉണ്ട്. ഇതിൽ നമുക്ക് 420 mA കറണ്ട് സിഗ്നലിനൊപ്പം തന്നെ ഡിജിറ്റൽ ഔട്ട്പുട്ട് എടുക്കുവാനുള്ള ഒരു പ്രൊവിഷനും കൂടെ ഇതിനകത്തുണ്ട്. നമുക്ക് അതിന് ഡിജിറ്റൽ ഔട്ട്പുട്ടാണ് നമുക്ക് ആവശ്യമെങ്കിൽ ഡിജിറ്റലും എടുക്കാം. അതല്ല 420 mA കറണ്ട് അനലോഗ് സിഗ്നൽ മതിയെങ്കിൽ അതും എടുക്കാനുള്ള പ്രൊവിഷൻസ് സ്മാർട്ട് ട്രാൻസ്മിറ്ററിലുണ്ട്. ഓക്കെ, ഈ സ്മാർട്ട് ട്രാൻസ്മിറ്റർ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹാർട്ട് കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ എന്താണ് ഹൈവേ അഡ്രസ്സബിൾ റിമോട്ട് ട്രാൻസ്ഡ്യൂസർ എന്നതിനെക്കുറിച്ച് കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. വാട്ട് ഈസ് ഹാർട്ട്? ഹൈവേ അഡ്രസ്സബിൾ റിമോട്ട് ട്രാൻസ്ഡ്യൂസർ. ഇറ്റ് ഇസ് എ പ്രോട്ടോകോൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സും ഒരു മെയിൻ കൺട്രോൾ സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനാണ് മെയിനായിട്ട് ഹാർട്ട് പ്രോട്ടോകോൾ. This protocol is the global standard for sending and receiving digital information across analog wires between smart devices and a control or monitoring system. ഓക്കെ, നമ്മൾ പറഞ്ഞൊരു സെൻട്രൽ സിസ്റ്റവുമായിട്ട് അനലോഗ് ഫീൽഡിലുള്ള സ്മാർട്ട് ഡിവൈസസ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. സാധാരണ ഒരു പഴയ കാലത്തെ അനലോഗ് ട്രാൻസ്മിറ്റർ ആണെങ്കിൽ അതൊരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. അതായത് അനലോഗ് ട്രാൻസ്മിറ്ററിൽ നിന്ന് മെയിൻ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ. തിരിച്ച് ഇങ്ങോട്ടേക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള ഒരു കമാൻഡ് ഇല്ല. അതേസമയത്ത് സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു 2-വേ കമ്മ്യൂണിക്കേഷനുണ്ട്. എപ്പോഴും എന്തെങ്കിലും കറക്ഷൻസ് വരുത്തണമെങ്കിൽ അതിനുള്ള പ്രൊവിഷൻസ് അടക്കം ഈ പറയുന്ന സ്മാർട്ട് ട്രാൻസ്മിറ്റർ നമുക്ക് റിമോട്ട് ലൊക്കേഷനിൽ നിന്ന് തന്നെ ഈ സ്മാർട്ട് ഫീൽഡിലുള്ള വളരെ അകലെ നിന്ന്, അതായത് കൺട്രോൾ റൂമിൽ നിന്നുകൊണ്ട് തന്നെ ഫീൽഡിലുള്ള കിലോമീറ്റേഴ്സ് അകലെയായിരിക്കും
പ്ലാന്റ്. പക്ഷേ അവിടെ ഫീൽഡ് ഡിവൈസിലെ ഉള്ള സ്മാർട്ട് ഡിവൈസസുമായിട്ട് റിമോട്ട് ലൊക്കേഷനിൽ നിന്ന് കൺട്രോൾ റൂമിൽ ഇരുന്ന് തന്നെ അതിനെ നമുക്ക് സ്റ്റഡി ചെയ്യുവാനും അതുപോലെ കാലിബ്രേറ്റ് ചെയ്യുവാനും എറർ ഡയഗ്നോസ് ചെയ്യുവാനൊക്കെ ഉള്ള എല്ലാ കപ്പാസിറ്റിയും ഈ പറയുന്ന ഹാർട്ട് പ്രോട്ടോക്കോൾ വഴി നമുക്ക് സാധിക്കും. മോർ സ്പെസിഫിക്കലി ഹാർട്ട് ഈസ് എ ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ. അപ്പോൾ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു 2-way കമ്മ്യൂണിക്കേഷനാണ്. ദാറ്റ് പ്രൊവൈഡ്സ് ഡേറ്റ ആക്സസ് ബിറ്റ്വീൻ ഇൻ്റലിജൻറ്റ് ഫീൽഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഹോസ്റ്റ് സിസ്റ്റംസ്. ഫീൽഡിലുള്ള സിസ്റ്റവും സ്മാർട്ട് ട്രാൻസ്മിറ്ററുകളും മെയിൻ കൺട്രോൾ സിസ്റ്റവുമായിട്ട് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നിലനിർത്തുവാൻ ഈ പറയുന്ന ഹാർട്ട് പ്രോട്ടോക്കോൾ വഴി സാധിക്കും. എ ഹോസ്റ്റ് ക്യാൻ be any software application from a technician's handheld device or laptop to a plant's process control, asset management, safety or other system using any control platform. ഇതിൽ സാധാരണ ഹാർട്ട് ഇതുപോലെ ഹാർട്ട് പ്രോട്ടോക്കോൾ നമുക്ക് സെൻട്രൽ റൂമിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നതിന് ഹാർട്ട് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നു. വളരെ കോസ്റ്റ്ലി ആയ ഒരു എക്യുപ്മെൻ്റാണ് ഹാർട്ട് കമ്മ്യൂണിക്കേറ്റർ. അത് ഓൺലൈനിൽ തന്നെ മോഡിഫൈ ചെയ്യുവാനും അതുപോലെ ഓൺലൈനിൽ നമുക്ക് കാലിബ്രേറ്റ് ചെയ്യുവാനും ഒക്കെയുള്ള പ്രൊവിഷൻസ് ഏതൊരു ആ ഒരു പ്രോസസ് ലൂപ്പിലുള്ള എല്ലാ സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സിനെയും ഒരുമിച്ച് തന്നെ ലിങ്ക് ചെയ്യുവാനും അത് ഓരോന്നിനെയും വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കണ്ടെത്തി അതിൻ്റെ ടാഗ് നെയിം ഓരോ ട്രാൻസ്മിറ്ററുകൾക്കും പ്രത്യേകം നെയിം ഉണ്ടാകും. അതനുസരിച്ചിട്ട് അതിനെ കണ്ടെത്തി അതിനെ എറർ ചെക്ക് ചെയ്യുവാനും അതിനെ കാലിബ്രേറ്റ് ചെയ്യുവാനും ഒക്കെയുള്ള റണ്ണിങ്ങിൽ തന്നെ, അതായത് നടക്കുന്ന പ്രോസസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഓൺലൈനിൽ തന്നെ നമുക്ക് റണ്ണിങ്ങിൽ തന്നെ ഇത് ചെക്ക് ചെയ്യുവാനും കറക്റ്റ് ചെയ്യുവാനും അതുപോലെ കാലിബ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പറയുന്ന ഹാർട്ട് കമ്മ്യൂണിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദ ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ഈസ് ആൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഫീൽഡ് ബേസ്ഡ് ഡിജിറ്റൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ പ്രോട്ടോക്കോൾ. ഒരു ഓട്ടോമേഷൻ പ്രോട്ടോക്കോളാണ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു മെയിൻ പ്രോട്ടോക്കോളാണ് ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ. അതിനൊരു ഹാർട്ട് കമ്മ്യൂണിക്കേറ്റർ ഉപയോഗിക്കും. The HART protocol provides two simultaneous communication channels, the 420 mA analog signal and a digital signal. നമുക്ക് ഈ ഹാർട്ട് പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോൾ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സ്മാർട്ട് ട്രാൻസ്മിറ്റേഷൻ എന്നുള്ള 420 mA അനലോഗ് സിഗ്നൽ, ആ മെഷേർഡ് ആയിട്ടുള്ള പാരാമീറ്ററിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് ഔട്ട്പുട്ടായിട്ട് നമുക്ക് 420 mA കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഒരു ഡിജിറ്റൽ സിഗ്നലും, ആ ഡിജിറ്റൽ സിഗ്നലിൽ എന്താണെന്ന് പറഞ്ഞാൽ അതോടൊപ്പം കിട്ടുന്ന ഇതിൻ്റെ ഓരോ ഡിവൈസിൻ്റെ സ്റ്റാറ്റസ്, അതിൻ്റെ ടാഗ് നെയിം, കാരണം നമുക്ക് ആയിരക്കണക്കിന് സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സ് ഫീൽഡിലുണ്ടാകും. അപ്പോൾ ഓരോന്നിനെയും പ്രത്യേകം നെയിം ഉണ്ടാകും. അപ്പോൾ ഓരോന്നിനെയും നമുക്ക് പ്രത്യേകമായിട്ട് ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ എവിടെയാണ് ഏരിയ, അതുപോലെ അതിന് ഓരോന്നിനും ഓരോ ടാഗ് നെയിം ഉണ്ടാകും. ഇതെല്ലാം നമുക്ക് ഒരു ഹാർട്ട് പ്രോട്ടോക്കോൾ വഴി നമുക്കിതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ അത് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ സെൻട്രൽ കൺട്രോൾ റൂമിൽ നിന്ന് തന്നെ ഏതൊരു ഫീൽഡ് ട്രാൻസ്മിറ്ററുകളെയും നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. ദ 420 mA സിഗ്നൽ കമ്മ്യൂണിക്കേറ്റ് ദ പ്രൈമറി മെഷേർഡ് വാല്യൂ ഓഫ് ദ പാരാമീറ്റർ ആൻഡ് ദ അഡീഷണൽ ഡിജിറ്റൽ സിഗ്നൽ ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ദ ഇൻഫോർമേഷൻസ് അബൌട്ട് ദ ഡിവൈസ് ലൈക്ക് ഡിവൈസ് സ്റ്റാറ്റസ്, ഡയഗ്നോസ്റ്റിക് എക്സെട്ര. അപ്പോൾ ഈ ഇത് ഓൾറെഡി പറഞ്ഞു നമ്മൾ അനലോഗ് സിഗ്നൽ കിട്ടുന്നതോടൊപ്പം തന്നെ അതിനൊപ്പം ഡിജിറ്റൽ സിഗ്നലും ഉണ്ട്. അത് തരുന്ന ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നൽ എന്താണ് ഇൻഫോർമേഷൻ തരുന്നത്, ആ ഡിവൈസുകളുടെയൊക്കെ സ്റ്റാറ്റസ് എന്താണ്, അതിൻ്റെ എറർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എറർ റിപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ എല്ലാം നമുക്ക് ഓരോ നിമിഷവും ഈ പറയുന്ന ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് വാച്ച് ചെയ്യുവാനും അകലെ നിന്ന് തന്നെ വാച്ച് ചെയ്യുവാനും അതുപോലെ എത്ര ട്രാൻസ്മിറ്ററുകളുണ്ടെങ്കിലും നമുക്ക് ആ ലൂപ്പിനകത്ത് ഓരോന്നിനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാച്ച് ചെയ്യുവാനും അതുപോലെ കറക്റ്റ് ചെയ്യുവാനും കാലിബ്രേറ്റ് ചെയ്യുവാനൊക്കെ ഉള്ള പ്രൊവിഷൻസ് ഹാർട്ട് പ്രോട്ടോക്കോൾ വഴി, ഹാർട്ട് കമ്മ്യൂണിക്കേറ്റർ വഴി നമുക്ക് ഈ പറയുന്ന ഹാർട്ട് പ്രോട്ടോക്കോളിലൂടെ നമുക്ക് സാധിക്കും. HART technology is a master slave protocol, which means that a smart field device only speaks when spoken to by a master. അപ്പോൾ ഇവിടെ ഈ ഹാർട്ട് ടെക്നോളജി എന്നൊരു മാസ്റ്റർ സ്ലേവ് പ്രോട്ടോക്കോൾ എന്ന് പറയാൻ കാരണം ഇത് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് മാസ്റ്റർ പറയുന്നു, സ്ലേവ് കേൾക്കുന്നു. എന്തെങ്കിലും
മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ വരുത്തണമെങ്കിൽ അത് സ്ലേവ് പറയുന്നു, അതനുസരിച്ച് മാസ്റ്റർ അതിനുള്ള കറക്ഷൻസ് കൊടുക്കുന്നു. അത് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഇത് പരസ്പരം ഉള്ളതുകൊണ്ടാണ് ഒരു മാസ്റ്റർ സ്ലേവ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇത് പഴയ കാലത്ത് അനലോഗ് കമ്മ്യൂണിക്കേറ്ററിൽ ട്രാൻസ്മിറ്ററിലില്ല, കാരണം അതൊരു വൺ വേ മാത്രമാണ്. തിരിച്ച് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഒന്നും അതിന് ഇല്ല. The HART protocol can be used in various modes such as point-to-point and multi-drop for communicating information to and from the field instruments and center control. ഇത് പോയിന്റ് ടു പോയിന്റ് ഇൻ്റർഫേസിങ്ങും അതുപോലെ മൾട്ടി പോയിന്റും. പോയിന്റ് ടു പോയിന്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ട്രാൻസ്മിറ്റർ മാത്രമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഒരു ലൂപ്പിലേക്ക് കയറിയ ആ ലൂപ്പിനകത്ത് 100 കണക്കിന് സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒരു മൾട്ടി പോയിന്റ് ഇൻ്റർഫേസിങ് അടക്കം നമുക്ക് നടക്കും. അപ്പോൾ ഒരു സെൻട്രൽ റൂമിൽ തന്നെ എല്ലാത്തിനെയും നമുക്ക് വാച്ച് ചെയ്യുവാനും അതുപോലെ കറക്ഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ അതുപോലെ റേഞ്ചിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണം, കാലിബ്രേറ്റ് ചെയ്യണം. ഇതെല്ലാം റണ്ണിങ്ങിൽ തന്നെ പ്രോസസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തത് ദ ഹാർട്ട് പ്രോട്ടോകോൾ പ്രൊവൈഡ്സ് ഫോർ അപ് ടു 2 masters, primary and secondary. This allows a secondary master such as handheld communicator to be used without interfacing the communication between field devices and host control. ഇതിൽ നമുക്ക് 2 മാസ്റ്റർ ഹാർട്ട് പ്രോട്ടോകോൾ രണ്ട് മാസ്റ്ററിനെ പ്രൊവൈഡ് ചെയ്യുന്നു പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് മെയിൻ കൺട്രോൾ സിസ്റ്റത്തിലെ അത് കൂടാണ്ട് നമുക്കൊരു, ഞാൻ പറഞ്ഞു, ഒരു ഹാർട്ട് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്ന ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസ്, അതായത് നമുക്ക് കൈക്കൊണ്ടെടുക്കാവുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ഇതിനെയാണ് സെക്കൻഡറി മാസ്റ്റർ എന്ന് പറയുന്നത്. 2 മാസ്റ്ററിൻ്റെ ഒന്ന് സെക്കൻഡറി മാസ്റ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹാൻഡ് ഹെൽഡ് കമ്മ്യൂണിക്കേറ്ററിനെയാണ്. പ്രൈമറി മാസ്റ്റർ എന്ന് പറയുന്നത് മെയിൻ കൺട്രോൾ സിസ്റ്റം. ഇത് അറ്റ് എ ടൈം ഈ പറയുന്ന ഹാൻഡ് ഹെൽഡ് കമ്മ്യൂണിക്കേറ്റർ നമുക്ക് പ്രോസസ്സിൽ എല്ലാ ട്രാൻസ്മിറ്ററുകളെയും വാച്ച് ചെയ്യുവാനും അതുപോലെ എന്തെങ്കിലും ആക്ഷൻസ് കാലിബ്രേഷൻ പോലെയുള്ള കറക്ഷൻസും ഒക്കെ നടത്തുന്നതിന് നമുക്ക് ഹാൻഡ് ഹെൽഡ് കമ്മ്യൂണിക്കേറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇത് നമ്മളിവിടെ ഒരു ലൂപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്തൊരു 3 താഴെ കാണാം 3 ഫീൽഡ് ഡിവൈസ്. അത് സ്മാർട്ട് ട്രാൻസ്മിറ്ററാണ്. ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ, ഒരു സെൻട്രൽ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന സ്മാർട്ട് ട്രാൻസ്മിറ്ററിലേക്ക് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ഒരു 2 വയർ കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ നമ്മളൊരു ഹാൻഡ് ഹെൽഡ് ടെർമിനൽ കാണിച്ചിട്ടുണ്ട്. അതാണ് കമ്മ്യൂണിക്കേറ്റർ ഉദ്ദേശിച്ചത്. അത് വേണമെങ്കിൽ നമുക്ക് ഒരു സെൻട്രൽ റൂമിൽ എവിടെ നിന്ന് ഈ പറയുന്ന പ്ലാന്റിൽ പോകാതെ തന്നെ നമുക്ക് സെൻട്രൽ റൂമിൽ നിന്ന് തന്നെ നമുക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കും. കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ പാരാമീറ്റേഴ്സിൻ്റെ വേരിയേഷൻസും ഈ പറയുന്ന സ്മാർട്ട് ട്രാൻസ്മിറ്ററിൽ നിന്ന് നമുക്ക് ഇതുവഴി ചെക്ക് ചെയ്യുവാനും ആ സ്മാർട്ട് ട്രാൻസ്മിറ്ററിൽ എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് റേഞ്ച് കറക്ഷൻസോ മോഡിഫിക്കേഷൻസോ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് സ്മാർട്ട് കമ്മ്യൂണിക്കേറ്റർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു സ്മാർട്ട് കമ്മ്യൂണിക്കേറ്ററിൻ്റെ ഒരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മൾട്ടിമീറ്റർ പോലെ തന്നെ ഇതാണ്, പക്ഷേ വളരെ ഹൈ കോസ്റ്റ്ലി ആയ ഒരു എക്യുപ്മെൻ്റ് ആണ് ഇത്. ഓൺലൈൻ കാലിബ്രേഷന് ഏറ്റവും കൂടുതലായിട്ട് ഓൺലൈൻ റണ്ണിങ്ങിൽ തന്നെ ഒരു പ്രോസസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഓൺലൈൻ കാലിബ്രേഷനും അതുപോലെ എന്തെങ്കിലും നമുക്ക് സ്റ്റഡി ചെയ്യുന്നതിനും ഓരോ പ്രോസസ് പാരാമീറ്ററിനെ അനലൈസ് ചെയ്യുവാനും സ്റ്റഡി ചെയ്യുവാനും ഒക്കെ സെൻട്രൽ റൂമിൽ ഇന്ന് തന്നെ, പ്ലാന്റിൽ പോകാതെ സെൻട്രൽ റൂമിൽ ഇന്ന് തന്നെ ചെയ്യാനുള്ള വളരെയധികം ആവശ്യമുള്ള ഒരു യൂണിറ്റാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്റ്റീൽ ഇൻഡസ്ട്രി, ഓയിൽ ഇൻഡസ്ട്രി. കാരണം ഇതൊന്നും ഒരിക്കലും ഒരു പ്രോസസ്സിൽ ഒരിക്കലും ഡിസ്റ്റർബൻസ് വരാൻ പാടില്ല. കണ്ടിന്യൂസ് റണ്ണിങ് ആണ്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോസസ്സ് അല്ല, കണ്ടിന്യൂസ് പ്രോസസ്സുകളായതാണ്. അലുമിനിയം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, സ്റ്റീലായിക്കോട്ടെ, ഓയിൽ ഫീൽഡ് ആയിക്കോട്ടെ, ഇതെല്ലാം കണ്ടിന്യൂസ് റണ്ണിങ് ആയിട്ടുള്ള ഇതിലെല്ലാം നമുക്ക് പ്രോസസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഈ പറയുന്ന സ്മാർട്ട് ഡിവൈസസുമായിട്ട്, ഫീൽഡിലുള്ള ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് ഹെൽഡ് ഡിവൈസാണ്. അത് നമ്മുടെ സെക്കൻഡറി മാസ്റ്റർ എന്ന് ഉദ്ദേശിച്ച ഇതുപോലെ സെക്കൻഡറി മാസ്റ്റർ എന്ന് പറയുന്ന ഹാർട്ട് കമ്മ്യൂണിക്കേറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. All industry users working to improve process operations, better manage plant assets, increase system availability, reliability. എല്ലാവരും ഇൻഡസ്ട്രിയിൽ ആഗ്രഹിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ഉള്ള കറക്ഷൻസ് വരുത്തണം. അതുപോലെ തന്നെ പ്ലാന്റിനെ ഡിസ്റ്റർബ് ചെയ്യാതെ, പ്ലാന്റിൻ്റെ ഓപ്പറേഷൻ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമ്മൾ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. മെനി ഫേസ്ഡ് വിത്ത് ഡിക്ലൈനിങ് ബഡ്ജറ്റ് ആൻഡ് പ്രഷർ ടു ഡു മോർ വിത്ത് ലെസ്. മച്ച് ഓഫ് ദ സൊല്യൂഷൻ മേ ഓൾറെഡി ബി ഇൻ ദ പ്ലാന്റ്. എല്ലാ പ്ലാന്റിലും നമ്മൾ ഏറ്റവും മിനിമം ആളെ, കാരണം ഏറ്റവും എളുപ്പം ചെയ്യുക, അതുപോലെ തന്നെ
നമ്മൾ പ്ലാന്റിൽ പോകാതെ തന്നെ നമുക്ക് വാച്ച് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിക്കേറ്റേഴ്സ് ഉപയോഗിക്കാം. അത് ഒരു ടെക്നീഷ്യനായാലും എഞ്ചിനീയറിനായാലും നമുക്ക് ആർക്കും ഉപയോഗിക്കുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായ ഒരു ഡിവൈസാണ് ഈ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത്. മച്ച് ഓഫ് ദ പവർ ഈസ് ഓൾറെഡി ഇൻ ദ സ്മാർട്ട് ഫീൽഡ് ഡിവൈസസ് എനേബിൾഡ് ബൈ ദ ഹാർട്ട് ടെക്നോളജി. ന്യൂ കൺട്രോൾ സിസ്റ്റം ഇൻ്റർഫേസ് ലിവറേജ് ദ ഇൻ്റലിജൻസ് ഇൻ യുവർ ഹാർട്ട് സ്മാർട്ട് ഡിവൈസ് ടു ഡെലിവർ കണ്ടിന്യൂസ് റിയൽ ടൈം ഡയഗ്നോസ്റ്റിക് ആൻഡ് മച്ച് മോർ. ഇതിൽ ഉദ്ദേശിക്കുന്ന മെയിനായിട്ട് നോക്കേണ്ടത് ഹാർട്ട് കമ്മ്യൂണിക്കേറ്റർ റിയൽ ടൈം ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ഒരു പ്രോസസ്സിനെയും ഡിസ്റ്റർബ് ചെയ്യേണ്ട റണ്ണിങ്ങിൽ തന്നെ ഡയഗ്നോസ്റ്റിക് ചെയ്യാനോ, അതുപോലെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എറർ കണ്ടെത്തുക. ഓരോ ട്രാൻസ്മിറ്ററുകളിൽ ആയിരക്കണക്കിന് ലൂപ്പ് ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവും പല പല ലൂപ്പുകളിലായിട്ട്. ഇതിനെല്ലാത്തിനെയും നമുക്ക് സെൻട്രൽ റൂമിൽ ഇരുന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും അത് പരസ്പരം അതിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ അതിന് കറക്ഷൻസ് വരുത്തുവാനും ഒക്കെയുള്ള സാധ്യതകൾ ഈ ഹാർട്ട് കമ്മ്യൂണിക്കേറ്റർ വഴി നമുക്ക് ഉപയോഗപ്പെടുത്താം. തിങ് യു മേ നോ അബൌട്ട് ദ ഹാർട്ട്. മോസ്റ്റ് സ്മാർട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ. സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഹാർട്ട് പ്രോട്ടോക്കോളാണ് ഉപയോഗിക്കുന്നത്. ടു വേ കമ്മ്യൂണിക്കേഷനാണ്. ഹാൻഡ് ഹെൽഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആർ ഓഫൺ യൂസ് ടു പെർഫോം ഡിവൈസ് സെറ്റപ്പ്, കാലിബ്രേഷൻ, കമ്മീഷനിങ് ആൻഡ് പീരിയോഡിക് മെയിൻ്റനൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പീരിയോഡിക് ആയിട്ടുള്ള മെയിൻ്റനൻസ് അതുപോലെ തന്നെ കാലിബ്രേഷൻ എല്ലാം നമ്മൾ ഈ ഹാൻഡ് ഹെൽഡ് കമ്മ്യൂണിക്കേറ്റർ ഒരു സെൻട്രൽ റൂമിൽ ഇരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ദ PC based instrument management tools can remotely communicate with the heart devices to manage calibration and other instrument parameters from central location. ഓൾറെഡി പറഞ്ഞ അത് ഇത് തന്നെയാണിത്. All heart smart devices provide process data for planned operation continuously 24/7. ഏത് സമയത്തും നമുക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഏത് സമയത്തും അതുപോലെ ഏതൊരു സ്മാർട്ട് ട്രാൻസ്മിറ്ററുമായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ്സ് ആക്സസ് ടു ഓൾ ഡിവൈസ് ഡാറ്റ സൈമുൾട്ടേനിയസ് വിത്ത് ദ 420 mA അനലോഗ് സിഗ്നൽ ബീങ് യൂസ്ഡ് ടു കൺട്രോൾ. ഈ ഹാർട്ട് കമ്മ്യൂണിക്കേറ്റർ നമ്മൾ ഒരു ലൂപ്പിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ലൂപ്പിൻ്റെ കറക്ഷന് വേണ്ടിയായിരിക്കും നമ്മളിത് കണക്ട് ചെയ്യുക. പക്ഷേ മറ്റ് ലൂപ്പുകളെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യുകയില്ല. കാരണം നമ്മൾ ഈ പറയുന്ന കാലിബ്രേഷൻ ഒരു പർട്ടിക്കുലർ സ്മാർട്ട് ട്രാൻസ്മിറ്ററിൽ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് ആവശ്യമുള്ള 420 mA ഔട്ട്പുട്ട് അത് സമയത്ത് ആ മൊമെൻറ്റിൽ തന്നെ അതിനെ ഒരിക്കലും ആ ലൂപ്പിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. അതും ഓൺലൈനിൽ തന്നെയായിരിക്കും. ഏതൊരു സ്മാർട്ട് ട്രാൻസ്മിറ്ററിലേക്കും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ സ്മാർട്ട് ട്രാൻസ്മിറ്ററിനെ കാലിബ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഈ 420 mA കറണ്ട് സിഗ്നൽ അത് കൊടുക്കേണ്ടതായ അതിൻ്റെ റേഞ്ചിന് പ്രൊപ്പോഷണലായ ആ ഒരു കറണ്ട് സിഗ്നൽ അതിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ വേറെ ഒരു ഡിസ്റ്റർബൻസും ഇത് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നില്ല. ദ പ്രൈമറി വേരിയബിൾ PV ഈസ് ട്രാൻസ്മിറ്റഡ് ആസ് എ 420 mA സിഗ്നൽ ആൻഡ് ഓൾസോ ആസ് എ ഡിജിറ്റൽ വാല്യൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ കിട്ടുന്ന കറണ്ട് ഔട്ട്പുട്ട് അനലോഗ് 420 mA അനലോഗ് സിഗ്നലുമായിട്ടും അതുപോലെ തന്നെ ഡിജിറ്റൽ ഔട്ട്പുട്ട് വേണമെങ്കിൽ ഡിജിറ്റൽ ഔട്ട്പുട്ടും അതിൽ ഉണ്ട്. അത് കൂടാണ്ട് ഈ ഓരോ കമ്മ്യൂണിക്കേറ്ററിൻ്റെയും സ്റ്റാറ്റസ് എന്താണ് അതിൻ്റെ ടാഗ് നെയിം, കാരണം ആയിരക്കണക്കിന് സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോന്നിൻ്റെയും ഡേറ്റാസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാകാത്ത രീതിയിലുള്ള പ്രൊവിഷൻസ് അതിൻ്റെ കൂടെ ഈ ഹാർട്ട് പ്രോട്ടോകോൾ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മെനി ഡിവൈസസ് ആർ മൾട്ടി വേരിയബിൾ ആൻഡ് ഹാവ് മെഷേർഡ് ഓർ കാൽക്കുലേറ്റഡ് പ്രോസസ് വേരിയബിൾസ് ഇൻ അഡീഷൻ ടു ദ PV. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ സ്മാർട്ട് ട്രാൻസ്മിറ്ററിൽ അഡീഷണൽ ആയിട്ടുള്ള ഇപ്പോൾ ആംബിയൻ ടെമ്പറേച്ചർ വേരിയേഷൻ ആയിക്കോട്ടെ, ഹ്യൂമിഡിറ്റി വേരിയേഷൻ ആയിക്കോട്ടെ, അതായത് സറൗണ്ടിങ്ങിലുള്ള ഏതെങ്കിലും പാരാമീറ്റേഴ്സിൻ്റെ വേരിയേഷൻ ഈ അനുസരിച്ചിട്ട് ഇതിന് എറർ വരാത്ത രീതിയിൽ കറക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോ പ്രോസസർ, ഒരു ഇൻബിൽറ്റ് മൈക്രോ പ്രോസസർ യൂണിറ്റ് ഉള്ളിലുണ്ട്. അപ്പോൾ അഡീഷണൽ ആയ സെൻസറുകൾ വേണ്ടി വരും. വെളിയിലത്തെ ടെമ്പറേച്ചർ ആയാലും ഹ്യൂമിഡിറ്റി വേരിയേഷനൊക്കെ മാറുന്നുണ്ടെങ്കിൽ അതിനെ സെൻസ് ചെയ്താൽ മാത്രമേ അതിനനുസരിച്ച് കറക്റ്റ് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഒരു ഫ്ലോ ട്രാൻസ്മിറ്റർ ആയിക്കോട്ടെ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഫ്ലോ ട്രാൻസ്മിറ്ററിൽ ഉള്ളിൽ തന്നെ വെളിയിലത്തെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനോ അതിൽ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനുള്ള സെൻസേഴ്സും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞാൽ മൾട്ടി വേരിയബിൾ ഉണ്ടെന്ന് പറഞ്ഞത്. മൾട്ടി വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വേരിയേഷൻസ് ആംബിയൻ ടെമ്പറേച്ചർ വേരിയേഷൻ ആയാലും ഹ്യൂമിഡിറ്റി വേരിയേഷൻസിനായാലും കണ്ടെത്തി കറക്റ്റ് ചെയ്യുവാനുള്ള ഒരു മീഡിയമാണ്.
ദ സിസ്റ്റംസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹാർട്ട് ഡിവൈസസ് ഫുൾ ടൈം അനലോഗ് പ്ലസ് ഡിജിറ്റൽ. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അനലോഗും ഡിജിറ്റലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓപ്പറേറ്റേഴ്സ് അലേർട്ടഡ് ടു ഇംപെൻഡിങ് പ്രോബ്ലംസ് ബിഫോർ നെഗറ്റീവ് ഇമ്പാക്ട് ടു ദ പ്രോസസ്സ്. അതായത് ഏതെങ്കിലും രീതിയിലുള്ള വെളിയിൽ നിന്നുള്ള നോയ്സ്, ഇൻഡസ്ട്രിയൽ നോയ്സ് എന്ന് പറയുമ്പോൾ പറഞ്ഞ ടെമ്പറേച്ചർ വേരിയേഷൻ ആയിക്കോട്ടെ, ഹ്യൂമിഡിറ്റി വേരിയേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ അനുസരിച്ചിട്ട് എന്തെങ്കിലും എററുകൾ ഉണ്ട് എങ്കിൽ ആ എററുകൾ കണ്ടെത്തി കറക്റ്റ് ചെയ്യുക, മറ്റ് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യാണ്ട് കറക്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ പറയുന്ന ഹാർട്ട് ട്രാൻസ്മിറ്റേഴ്സിന് ഉണ്ട്. ആക്യുറസി ഓഫ് ഡേറ്റ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഫീൽഡ് ഡിവൈസ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വാലിഡേറ്റഡ് കണ്ടിന്യൂസ്ലി. കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന ഇത് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ആ മൊമെൻ്റ് തന്നെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം അതിനുള്ളിൽ തന്നെ ഉണ്ട്. ഇനി ഡീവിയേഷൻ ബിറ്റ്വീൻ ദ ഫീൽഡ് ഡിവൈസ് ആൻഡ് ദ സിസ്റ്റം ഡിറ്റക്റ്റഡ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, പെട്ടെന്ന് തന്നെ കണ്ടെത്തിയത് കറക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. റിയൽ ടൈം ഡിവൈസ് ഡയഗ്നോസ്റ്റിക്. കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന എറർ എറർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും അതിനൊപ്പം തന്നെ കറക്റ്റ് ചെയ്യുകയും ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇതിനുണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റലിജൻറ്റ് സെൽഫായിട്ടുള്ള സെൽഫ് കറക്ഷൻ ഉണ്ട്, സെൽഫ് ഡിറ്റക്ഷൻ, സെൽഫ് കറക്ഷൻ, സെൽഫ് കാലിബ്രേഷൻ. അപ്പോൾ സ്വയം ചിന്തിക്കുന്ന ഒരു സ്മാർട്ട് ട്രാൻസ്മിറ്ററാണ് സ്മാർട്ട് ട്രാൻസ്മിറ്റർ. സാധാരണ അനലോഗ് ട്രാൻസ്മിറ്റർക്ക് അങ്ങനെ ഒരു ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സ്വന്തമായി ചിന്തിക്കുന്ന രീതിയിലുള്ള എററുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യാണ്ട് സ്വയമായി കറക്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതിനാൽ ഇതൊരു സ്വയം ചിന്തിക്കുന്ന രീതിയിലുള്ള ട്രാൻസ്മിറ്റർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സിനെ. ഇൻക്രീസ് പ്ലാന്റ് അവൈലബിലിറ്റി. ഇൻ്റഗ്രേറ്റ് ഡിവൈസസ് ആൻഡ് അഡ്വാൻറ്റേജ് പറയുകയാണ്. ഇൻ്റഗ്രേറ്റ് ഡിവൈസസ് ആൻഡ് സിസ്റ്റംസ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് പ്രീവിയസ്ലി അൺഡിറ്റക്റ്റബിൾ പ്രോബ്ലംസ്. എല്ലാ ഇതിന് എപ്പോഴും ഒരു ഡേറ്റ സ്റ്റോറേജ് ഉള്ളതിനാൽ പഴയ ഡേറ്റാസൊക്കെ ഇപ്പോൾ അതിനകത്ത് ഈ പറയുന്ന മൈക്രോ പ്രോസസർ ബേസ്ഡ് ഈ സ്മാർട്ട് ട്രാൻസ്മിറ്ററിൽ ഉണ്ടാകും. ഡേറ്റ കളക്ഷനും ഉണ്ട്. നമുക്കപ്പോൾ അനലൈസ് ചെയ്യാൻ വളരെ സാധിക്കും. പഴയ ഡേറ്റാസ് ഉള്ളതിനെ അനലൈസ് ചെയ്യാൻ സാധിക്കും. ഡിറ്റക്ട് ഡിവൈസ് ആൻഡ് ഓർ പ്രോസസ് കണക്ഷൻ പ്രോബ്ലംസ് റിയൽ ടൈം. മിനിമൈസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡീവിയേഷൻസ് ബൈ ഗെയിനിങ് ന്യൂ ഏർലി വാർണിങ്സ്. അതുപോലെ അലാംസ് തരുവാനുള്ള എന്തെങ്കിലും ചേഞ്ചസ്, ഇതുപോലെ ലോങ് റണ്ണിൽ പല ഇതിന് കാലിബ്രേഷൻ എററോ അല്ലെങ്കിൽ വരാൻ ഏതെങ്കിലും രീതിയിലുള്ള എററുകൾ വരാൻ, വെളിയിലത്തെ വേരിയേഷൻസ്, ആംബിയൻ ടെമ്പറേച്ചർ വേരിയേഷൻ, ആംബിയൻ ആയിട്ടുള്ള എഫക്റ്റീവ് വേരിയേഷൻ അനുസരിച്ചിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ഒരു സെൻട്രൽ സിസ്റ്റത്തെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊവിഷനും കൂടെ ഈ സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അവോയ്ഡ് ദ ഹൈ കോസ്റ്റ് ഓഫ് അൺഷെഡ്യൂൾഡ് ഷട്ട് ഡൗൺ. ഓക്കെ, അൺഷെഡ്യൂൾഡ് ഷട്ട് ഡൗൺ ഉദ്ദേശിച്ചത് സാധാരണ ഉപയോഗിക്കുന്ന അനലോഗ് ട്രാൻസ്മിറ്റർ ഉപയോഗിക്കുന്നെങ്കിൽ ഏതെങ്കിലും നമ്മൾ കറക്ഷൻസ് വേണമെങ്കിൽ നമ്മൾ പ്രോസസ്സ് നിർത്തിയിട്ടേ ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഈ സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ഈ ഹാർട്ട് പ്രോട്ടോക്കോൾ വഴി ഹാർട്ട് കമ്മ്യൂണിക്കേറ്റർ ഉപയോഗിച്ച് തന്നെ നമുക്ക് കറക്ഷൻസും അതുപോലെ സെൽഫ് കാലിബ്രേറ്റ് ചെയ്യുവാനും അതുപോലെ ഏതെങ്കിലും റേഞ്ചസ് മാറ്റുവാനുണ്ടെങ്കിൽ ഇതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള എല്ലാ പ്രൊവിഷൻസും പ്ലാന്റിൽ പോകാതെ തന്നെ സെൻട്രൽ റൂമിൽ ഇരുന്ന് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഇതിനുണ്ട്. റെഡ്യൂസ് മെയിൻ്റനൻസ് കോസ്റ്റ്. ക്വിക്ക്ലി വെരിഫൈ ആൻഡ് വാലിഡേറ്റ് കൺട്രോൾ ലൂപ്പ് ആൻഡ് ഡിവൈസ് കോൺഫിഗറേഷൻ. യൂസ് റിമോട്ട് ഡയഗ്നോസ്റ്റിക് ടു റിഡ്യൂസ് അൺനെസറി ഫീൽഡ് ചെക്കപ്പ്. റിമോട്ടിൽ തന്നെ ചെയ്യാം, അതുകൊണ്ട് നമുക്ക് ഫീൽഡിലേക്ക് പോകേണ്ട കാര്യമില്ല. ക്യാപ്ചർ പെർഫോമൻസ് ട്രെൻഡ് ഡേറ്റ ഫോർ പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് ഡയഗ്നോസ്റ്റിക്. നമുക്ക് ഒരു പെർഫോമൻസ് ട്രെൻഡ് നമ്മൾ ഈ സ്മാർട്ട് ട്രാൻസ്മിറ്റർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു മെമ്മറി യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മെമ്മറി യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പഴയ ഡേറ്റാസ് അടക്കം അതിൻ്റെ ഹിസ്റ്ററി അതിനകത്തുണ്ടാകും. അതനുസരിച്ച് ആ ട്രെൻഡ് അനുസരിച്ചിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയോ അല്ലെങ്കിൽ നമുക്ക് എററുകൾ കണ്ടെത്തുകയോ എന്തെങ്കിലും ആ ഒരു ഡേറ്റാസ് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യുന്നതിന്, പ്രോസസ്സിനെ ആ പാരാമീറ്ററിനെ അനലൈസ് ചെയ്യാനൊക്കെയുള്ള എല്ലാ സാധ്യതകളും ഈ പറയുന്ന സ്മാർട്ട് ട്രാൻസ്മിറ്റർ വഴി ഉണ്ട് ഹാർട്ട് പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. റെഡ്യൂസ് സ്പെയേഴ്സ് ഇൻവെൻട്രി ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ് കോസ്റ്റ്. ഓക്കെ, ഇതെല്ലാം ഇൻഎഫക്റ്റായിട്ട് വരുമ്പോൾ ഒരു കമ്പനിയുടെ ചിലവ് വളരെ ഇനീഷ്യലി ഈ സ്മാർട്ട് ട്രാൻസ്മിറ്റർ ഉപയോഗിക്കുമ്പോൾ ചിലവ് കൂടുതലാണെങ്കിലും പക്ഷേ ഒരു ലോങ് റണ്ണ് നോക്കുമ്പോൾ ഇൻഡസ്ട്രിക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. അതുപോലെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ സേഫ്റ്റിക്കും ഇതെല്ലാ രീതിയിലും ഈ പറയുന്ന സ്മാർട്ട് ട്രാൻസ്മിറ്റർ ഹാർട്ട് പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യുന്ന സ്മാർട്ട് ട്രാൻസ്മിറ്റേഴ്സാണ് കൂടുതൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സ്മാർട്ട് ട്രാൻസ്മിറ്ററിനെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് സ്മാർട്ട് ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഫായിട്ട് പറഞ്ഞാൽ അതൊരു സ്വയം ചിന്തിക്കുന്ന ഒരു ട്രാൻസ്മിറ്ററാണ്. സ്വയമായിട്ട് സെൽഫായിട്ട് എറർ കണ്ടെത്തി അതിനെ കറക്റ്റ് ചെയ്യുവാനും സെൽഫായിട്ട് കറക്റ്റ് ചെയ്യുവാനും അതുപോലെ സെൽഫായിട്ട് കാലിബ്രേറ്റ് ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിനുള്ളിലൊരു മൈക്രോ പ്രോസസർ ബേസ്ഡ് ട്രാൻസ്മിറ്ററാണ്. അഡീഷണൽ ആയിട്ട് വെളിയിൽ ആംബിയൻ ടെമ്പറേച്ചർ, ആംബിയൻ ഹ്യൂമിഡിറ്റി വേരിയേഷൻസ് ഒക്കെ സെൻസ് ചെയ്യാനുള്ള സെൻസേഴ്സ് ഉണ്ട്. അതനുസരിച്ച് അതിന് സ്വയമായിട്ട് അതിന് വരുന്ന നോയ്സ് ഇതിനെ ബാധിക്കുകയാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പറയുന്ന ട്രാൻസ്മിറ്ററിന് ഉണ്ട്. താങ്ക് യു.